വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരനായി യുവാക്കളെ, ഈശോ പറയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിലും ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഹല്ലേലൂയ. നമുക്കറിയാം, സ്ലിഹാകാലത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഓരോരുത്തരും നിറയുവാനും യേശുവിനെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുവാനും വേണ്ടിയാണ് ഈശോ നമ്മളെ ഐക്യപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറയണത്, മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെടേണ്ട ആരെയാണെന്ന് വെച്ചാൽ ആത്മാവിനെയും ശരീരത്തെയും ഒരേപോലെ കൊല്ലുവാൻ കഴിവുള്ളവനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. മനുഷ്യരുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ ഭയപ്പെടുന്നത് ആരെയാണെന്ന് വെച്ചാൽ ആത്മാവിനെ കൊല്ലാൻ കഴിയുന്നവനെയല്ല ഭയപ്പെടുന്നത്, മറിച്ച് മനുഷ്യനെ കൊല്ലാൻ കഴിവുള്ളവനെയാണ് ഭയപ്പെടുന്നത്. ഹല്ലേലൂയ. 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 അതുകൊണ്ട് നമുക്കറിയാം, വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ എപ്പോഴും വിശുദ്ധന്മാർ ആത്മാവിന് വില കൊടുത്തിട്ടുള്ളവരാണ്. ആത്മാവിനെ നശിപ്പിക്കപ്പെടാതെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. അതേപോലെ നമ്മളും ഓരോരുത്തരും ആയിത്തീർന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാനായിട്ട് ഇടപെടും. അപ്പോസ്തലന്മാരെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ അവിടെ കയ്യിൽ പണമോ മറ്റൊന്നും ഉണ്ടായില്ല. ആകെയുള്ളത് എന്താണെന്ന് വെച്ചാൽ വാഗ്ദാനമായ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ആ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് അവർ പോയപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞപ്പോൾ, ദൈവിക മനുഷ്യരായിട്ട് മാറിയപ്പോൾ അത്ഭുതങ്ങളുടെ പെരുമഴ അവിടെ ഒഴുകി അനേകർ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഇടയായി. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അമ്മയുടെയും അപ്പൻ്റെയും ഉദരത്തിൽ നിന്ന് ജനിക്കുമ്പോൾ മാനുഷികമായ സ്വഭാവമുള്ളവരാണ്. മാമോദീസായും സൈലല്യവും പരിശുദ്ധ കുർബാനയിലും സ്വീകരിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു കാര്യം നമ്മളെ എല്ലാവരെയും വിശുദ്ധീകരിക്കുകയാണ്, നമ്മളെല്ലാം പൗത്രികയാണ്, വിശുദ്ധരായിട്ട് മാറ്റുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിശുദ്ധനുണ്ട്. ആ വിശുദ്ധൻ ഇതാണ്, ഡെലിവറൻസിൻ്റെ ഒരു വിശുദ്ധനാണ്, സെർത്തിയർനുസ് എന്ന് പറയുന്ന വിശുദ്ധനാണ്. നവംബർ മാസം 29 ആ വിശുദ്ധൻ്റെ തിരുനാൾ. ആ വിശുദ്ധനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ വിശുദ്ധൻ ഗോളിലാണ് ജനിച്ചത്. ഗോൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അറിയാത്തവരാരുമില്ല. ഗോൾ എന്ന് പറയുമ്പോൾ ഇറ്റലിയിലെ അല്ലെങ്കിൽ റോമിലെ ഗോൾ എന്ന് പറയുമ്പോൾ സെബസ്ത്യാനോസ് രക്തസാക്ഷിത്വം ചിന്തിയ സുവിശേഷം പ്രസംഗിച്ച സ്ഥലമാണ് ഗോൾ എന്ന് പറയും. ഈ ഗോളിൽ ആഭിചാര പ്രവൃത്തികളുടെ ഒരു നാടായിരുന്നു. മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രവൃത്തികളുടെ ഒരു നാടായിരുന്നു. അവിടേക്കാണ് വചനം പ്രസംഗിക്കാനായിട്ട് ഈ വിശുദ്ധനായ വൈദികനായ സത്യൂരസിനെ അയക്കപ്പെടുന്നത്. അവിടെ ചെന്ന് വിശുദ്ധൻ നോക്കുമ്പോൾ അവിടെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജീവിക്കുന്നതിനേക്കാളും കൂടുതൽ അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു ജനതയാണ്. അതുകൊണ്ട് വിശുദ്ധൻ ചെയ്തൊരു കാര്യം ഇതാണ്, എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ ദേശത്തിൻ്റെ മേലുള്ള അധികാരം ദൈവമായ കർത്താവ് ഈ പുരോഹിതന് കൊടുക്കുക. അല്ലെ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഇവരുടെ ആത്മാക്കൾ നഷ്ടപ്പെടും. മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രവൃത്തികൾ ചെയ്താൽ ഇവരുടെ ആത്മാക്കൾ നിത്യരക്ഷയിൽ നിന്നും നിത്യശിക്ഷയിലേക്ക് പോകും. അതുകൊണ്ട് ഇവരുടെ ആത്മാക്കളെ നേടിയെടുക്കാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ. ഹല്ലേലൂയ. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടുകാരെ രക്ഷപ്പെടുത്താനുള്ള കൃപ എനിക്ക് നൽകണം. വിശുദ്ധന്മാരുടെ ജീവിതം അങ്ങനെയല്ല. വിശുദ്ധന്മാർ ജീവിക്കുന്ന, കർത്താവെ, ആത്മാക്കളെ നേടുവാനുള്ള ഒരു കൃപ എനിക്ക് നൽകണം. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. അങ്ങനെ ഈ ആത്മാക്കൾക്ക് വേണ്ടി ഇവർ ചെയ്യുന്ന പാപത്തിന് പരിഹാരം ചെയ്ത് പരിത്യാഗം ചെയ്ത് ഇവിടെ ആത്മാക്കളെ നേടുവാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ദൈവം ഇവന് കൊടുക്കുന്നൊരു കൃപയാണ്. ഈ വിശുദ്ധൻ ഏത് പ്രദേശത്തിലൂടെ കടന്നു പോയാൽ ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന ഭാവി ഫലം പറയുന്ന ദുരാത്മാവ് നിശ്ചലമാകും.
ഈ വിശുദ്ധൻ വേറെ ഒരു ഇങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് ഈ റോഡുകളിലിരുന്ന് ഈ ആഭിചാര പ്രവൃത്തികൾ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥർ വരുന്നു, അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഭാവി ഫലം പറയുന്നു, അതിന് കാശ് വാങ്ങുന്നു. അങ്ങനെ ഈ വരുന്ന മനുഷ്യരെല്ലാം അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു, അനാചാരങ്ങളിലേക്ക് പോകുന്നു, അവരുടെ വിശുദ്ധി നഷ്ടപ്പെടുന്നു. ഇത് ഈ സത്യോന്നസൻ എന്ന ഈ വിശുദ്ധനായ വൈദികന് അത് മനസ്സിൽ കൊണ്ടു. കാരണം എന്താ, അവരുടെ ആത്മാക്കളെല്ലാം നശിക്കുകയാണല്ലോ. നമുക്ക് കേരളത്തിൽ അന്ധവിശ്വാസത്തിലേക്ക് പോകുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കും, കർത്താവേ ഇവരുടെ ആത്മാക്കളെ നേടുവാനുള്ള ഒരു കൃപയെനിക്ക്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയെനിക്ക്. അങ്ങനെ ഈ ആഭിചാര പ്രവൃത്തികൾ ചെയ്ത് ഭാവി ഫലം പറയുന്ന ഈ ദുരാത്മാക്കൾ ഈ വിശുദ്ധനായ സത്യോന്നസന് കീഴ്പ്പെട്ടു. ഹല്ലേലൂയ. നമ്മൾ പിള്ളേരുടെയൊക്കെ നാളും നോക്കി ജാതകം എഴുതി വെച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ പയ്യനായിട്ട് പറയുമ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചു പറയുമ്പോൾ അവന് കടബാധ്യത തീരുന്നില്ല, മദ്യപാനത്തിന് അടിമയാണ്. അവനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ നാളെ ചോദിച്ചു, നാളെ മാത്രമല്ല ജാതകം എഴുതി വീട്ടിൽ സൂക്ഷിച്ചു വെച്ച കാൽമാരില്ല. ഭാവി ഫലത്തെ കർത്താവ് ബന്ധിക്കുന്നത് വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ കണ്ടു. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ ഇതിലേക്ക് അപ്പസ്തോലന്മാർ തുടങ്ങിയത്. അപ്പസ്തോലന്മാർ പോയി ദേശത്തിൻ്റെ മേലുള്ള തിന്മയുടെ ആധിപത്യങ്ങളെ ബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നുണ്ടായി, ദേശം അപ്പസ്തോലന്മാരുടെ കയ്യിലേക്ക് ദൈവം തിരിച്ചു കൊടുത്തു. അങ്ങനെ ഈ ദേശത്ത് ആഭിചാര പ്രവൃത്തികൾ ചെയ്യുന്നവർ അവർ പ്രശ്നം വെച്ച് നോക്കുകയാണ്, ആരാണ് ഇതിൻ്റെ കാരണക്കാരൻ? ആരാണ് ഞങ്ങൾ ഈ ഭാവി ഫലം നോക്കുമ്പോൾ ഈ സന്ദേശം കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് അവരിങ്ങനെ അന്വേഷിക്കുകയാണ്. അവർക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി. ഈ സത്യോന്നസ് കടന്നു പോകുമ്പോഴാണ് ആ വഴിയിലിരുന്ന് ഈ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് ഈ ആഭിചാര പ്രവൃത്തികൾ ചെയ്യുന്നവർ കണ്ടുപിടിക്കുക. അങ്ങനെ തക്കം പാർത്ത് ഇവർ ഈ സത്യോന്നസനെ പിടിച്ചു കെട്ടിയിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങളുടെ ദേവന് നിങ്ങൾ ധൂപാർപ്പണ നടത്തണം. നീ നിൻ്റെ വിശ്വാസം ഉപേക്ഷിച്ച് ഞങ്ങളുടെ ദേവന് ധൂപാർപ്പണം നടത്തണം. അവൻ പറഞ്ഞു, ഞാൻ സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന, അതുകൊണ്ട് നിങ്ങളുടെ ദേവനെ ഞാൻ ആരാധന നടത്താൻ തയ്യാറല്ല. കാരണം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ശരീരമല്ല നശിക്കുന്നത്, അവൻ്റെ ആത്മാവാണ് നശിക്കുന്നത്. അങ്ങനെ ഇവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം ഇതാണ്, ഞങ്ങൾ ഒരു കാളയുടെ ബാക്കിൽ കയറ് കെട്ടി ആ കയറിൻ്റെ അറ്റത്ത് നിൻ്റെ തല കിട്ടും, എന്നിട്ട് കാളയെ അടിച്ചു ഇതിനെ പോത്തിനെ അടിച്ചപ്പോൾ ഈ പോത്ത് ഓടി അങ്ങനെ അവിടെ പെടഞ്ഞു വീണ് രക്തസാക്ഷിത്വം ചിന്തിയ ഒരു വിശുദ്ധനാണ് സത്യോന്നസ്. നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ആത്മാവിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടിയല്ല. നമ്മൾ തട്ടിമുട്ടി ഈ ലോകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അല്ലേ? ഏത് വിശുദ്ധന്മാരുടെ ജീവിതം എടുത്തോ എല്ലാവരും പ്രത്യേകിച്ചത് ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ഈ ചുരുങ്ങിയ കാലം 50, 60, 70, 80, 90, 100 വർഷം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, കർത്താവേ നിത്യരക്ഷ എനിക്ക് നൽകണമേ, നിത്യസമ്മാനം എനിക്ക് നൽകണമേ. അതിനു വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ചെയ്യാൻ കഴിയാത്ത ആരെയും നിങ്ങൾ ഭയപ്പെടാ. ശരീരത്തെ കൊല്ലാൻ പറ്റും, ശരീരത്തെ നശിപ്പിക്കാം. അതുകൊണ്ട് സ്റ്റാൻസ്വാമി ഒരിക്കലും അനീതിക്ക് കൂട്ടുനിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു സ്ട്രോക്ക് വേണ്ടി ആവശ്യപ്പെട്ടു, 100 മീറ്റർ അപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റിയില്ല. ഒരു കൈ വിറയ്ക്കുന്നത് കൊണ്ട് ഒരു ചോദിച്ചു, സ്ട്രോ കൊടുത്തില്ല. അങ്ങനെ കൈ വിറയ്ക്കുന്ന കൈകളുണ്ട് ആ മനുഷ്യൻ ഈ ലോകത്തിൻ്റെ നിത്യസമാധാനം നേടാൻ, ദൈവരാജ്യത്തിൽ സമ്മാനം നേടാൻ പോയത്. ആ മനുഷ്യനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പാപം ചെയ്യാനായിട്ട് ആ മനുഷ്യൻ അനുവദിക്കില്ല. ഹല്ലേലൂയ. ധീരമായിട്ട് പറയുന്ന ഈ സ്റ്റാൻസ്വാമിക്കെതിരെ പ്രവർത്തിച്ചവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. കാരണം എന്താ, സത്യസന്ധതയ്ക്ക് ഇന്ന് വിലയില്ലാത്ത ഒരു നാട്ടിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ആദിവാസികളുടെ ഇടയിൽ അവരോടൊത്ത് ജീവിച്ച് അവരോടൊത്ത് പ്രവർത്തിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മറ്റൊരച്ഛന് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് വിശുദ്ധരായ വൈദികർക്ക് പറ്റുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവസാന ജീവശ്വാസം വെടിയുന്നത് വരെ അനീതിക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് സാധിച്ചത്.
ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ്, ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്രകാരം പറയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിലും മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം ഇപ്രകാരം പറയുന്നത് വരുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ ശക്തിയോട്, തന്റെ ദൈവമായ കർത്താവിന്റെ മഹത്വത്തോട് അവൻ വന്ന് തന്റെ ആടുകളെ മേയ്ക്കും. തന്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അല്ലെ, അതിർത്തിയോളം. ആടുകളെ കുറിച്ചാണ് ഈശോ പറയുന്നത് അല്ലെ. ആടുമായിരുന്നു, ആട്ടിടയനുമായിരുന്നു. ഹല്ലേലൂയ. ആടുമായിരുന്നു, ആട്ടിടയനുമായിരുന്നു. അതുകൊണ്ട് പറയാണ്, ഭൂമിയുടെ അതിർത്തിയോളം, ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനായി സുരക്ഷിതരായി വസിക്കും. അവൻ ജനം സുരക്ഷിതരായിട്ട് ഭരിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ സുരക്ഷിതരായിട്ട് ഭരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ദൈവത്തിലല്ല വിശ്വാസം, ദൈവത്തിലല്ല ആശ്രയം. പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകുമ്പോൾ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ വീട്ടിൽ വന്നാൽ നമ്മുടേതായ കാര്യങ്ങളിലേക്ക് നമുക്ക് സ്വാർത്ഥപരമായി ചിന്തയില്ലേ. അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാകിനാൽ അവരെല്ലാവരും സുരക്ഷിതരായിരിക്കും. വീണ്ടും പറയാണ്, അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അസ്രിയ നമ്മുടെ നാട്, അസ്രിയ നമ്മുടെ നാട് ആക്രമികളെയും നമ്മുടെ മണ്ണിൽ കാൽ കുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രഭുക്കന്മാരെയും ആ നാട്ടിൽ അക്രമികൾ കാലുകുത്തുമ്പോൾ എന്തുണ്ടാവും? കാലുകുത്തുമ്പോൾ അവനെതിരെ 7 ഇടയന്മാരെ 8 പ്രഭുക്കന്മാരെയും അണിനിരത്തും. ഹല്ലേലൂയ. മനുഷ്യനെ രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? 7 കൂദാശകളാണ് അല്ലേ. 7 കൂദാശയാണ്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ മരുന്ന് ഏതാണെന്ന് വെച്ചാൽ എന്തായിരിക്കും? വിശുദ്ധ കുർബാനയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അറിയപ്പെടുന്ന ഒറ്റ കാര്യമാണ്, അവൻ വന്ന് നമ്മളെ രക്ഷിക്കും, അവൻ നമ്മെ സുഖപ്പെടുത്തും. അല്ലെങ്കിൽ ഏറ്റവും വലിയ മരുന്ന് ഏതാണെന്ന് വെച്ചാൽ വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് പറയാണ്, അസ്രിയയുടെ വാൾ കൊണ്ടും നിമ്മോദ പ്രദേശത്തെ ഊരിയ ഗന്ധം കൊണ്ടും അവൻ ഭരിക്കും. അസ്രിയ നമ്മുടെ നാട് ആക്രമിക്കപ്പെടുകയും നമ്മുടെ അതിർത്തിയിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കും. ദൈവത്തിന് മാത്രമേ രക്ഷിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് തുടർന്ന് വരുന്ന ഇപ്രകാരം പറയാണ്, അതിൻ്റെ 9 പറയാണ് ഇപ്രകാരം, 11 തൊട്ട് വായിച്ചാലും, ആ ദേശത്തെ നഗരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അന്ധവിശ്വാസത്തിലേക്ക് പോയ ഒരു ജനതയെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്നൊരു കാര്യമെന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് കൊടുത്താണ്. ഹല്ലേലൂയ. വൈകി ദേശത്തെ നിന്റെ ശക്തി ദുർഗങ്ങൾ ഞാൻ തകർക്കും. ശക്തി ആഭിചാര വൃത്തികളെല്ലാം, ആഭിചാര പ്രവൃത്തികൾ ചെയ്യുന്നവരെല്ലാം നീക്കം ചെയ്യും. നിനക്ക് ഇനിമേൽ പ്രശ്നം വയ്ക്കുന്നവരുണ്ടാവുകയില്ല. ഇനിമേൽ പ്രശ്നം വയ്ക്കുന്നവരുണ്ട്. പ്രശ്നക്കാരുണ്ടല്ലേ, കണിയാമാര്, ജ്യോതിഷന്മാര് പ്രശ്നം വെച്ചു. എന്താണ് കുടുംബത്തിൽ നടക്കുന്നതിൻ്റെ സംഭവത്തിൻ്റെ കാരണം? അല്ലേ. കാരണം എന്താണെന്ന് എന്തെങ്കിലും പറയും അവർ. അപ്പോൾ ഒരു പ്രശ്നം വെച്ചിട്ട് പറയും അടുത്തൊരു പൂജ, വലിയ പൂജ ചെയ്യണം. ആഭിചാര പ്രവൃത്തി. ഒരു ചേട്ടൻ ഇവിടെ പറഞ്ഞ ഇപ്രകാരമാണ്, പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 30,000 രൂപയുടെ ഒരു വലിയൊരു പൂജ ചെയ്യണം. ആ മനുഷ്യന് 30,000 രൂപ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആ മനുഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ ഫ്രീ ആയിട്ട് ധ്യാനം കൂടിയപ്പോൾ രോഗം മാറി. ചേട്ടൻ പറഞ്ഞ ഇങ്ങനെ 300 രൂപ കൊടുത്തോ നീ. ആ പൈസ എനിക്കില്ലാത്തതുകൊണ്ട് അച്ഛൻ ഇളവ് ചെയ്തു തന്നു. ഇതറിയില്ലാത്തൊരു ജനത ഇന്നും ജീവിക്കുന്നു എന്നാണ് സഹോദരൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ പറഞ്ഞത്. ഹല്ലേലൂയ. ഈ സത്യം പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ബാധ്യതയും കടമയും ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാണ്, നിന്റെ വിഗ്രഹങ്ങളും സ്തംഭങ്ങളും ഞാൻ ആഭിചാര പ്രവൃത്തികൾ ചെയ്യുന്നവരെല്ലാം ഞാൻ നീക്കം ചെയ്യും. ആഭിചാര പ്രവൃത്തികൾക്ക് നമ്മൾ കൂട്ടുനിൽക്കരുത്. ആഭിചാര പ്രവൃത്തികൾ ചെയ്യാൻ പോകരുത്. ഒരു കുടുംബ പ്രകാരം പറയാം, അവർ ആഭിചാര പ്രവൃത്തി ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അവർ അക്രൈസ്തവരാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ മാറ്റങ്ങളൊക്കെ വരാതെ, നീക്കങ്ങളൊന്നും വരാതെ വന്നപ്പോൾ അവരൊരു പണിക്കരുടെ അടുത്ത് പോയി. പണിക്കരുടെ അടുത്ത് അവർ പ്രാർത്ഥിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയിട്ട് ഒരു കർമ്മം ചെയ്യാൻ പറഞ്ഞു. ഏറ്റവും മോശമായ തെറിപ്പാട്ട് പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഞാനൊരു ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന, അവിടെയും പൊക്കോ ഇവിടെയും പൊക്കോ. ഹല്ലേലൂയ. ഈ ഒരു സെന്നാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്ന ചേച്ചി മുകളിലും താഴെയും മുത്തി പോലെ, അവിടെയും പൊക്കോ ഇവിടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു, അവിടെ പോകണമെങ്കിൽ ഇവിടെ വരണ്ട, അവിടെ പോവുകയാണെങ്കിൽ
ഇവിടെ കാരണം എന്താ, രണ്ട് വള്ളത്തിൽ ഒന്നിച്ച് പോകാൻ പറ്റില്ല. യേശു ക്രിസ്തു പിശാചു ഒരു വള്ളത്തിൽ കയറി പോവോ? യേശുവിൻ്റെ 5 അയലകത്ത് പിശാചിന് നിൽക്കാൻ പറ്റില്ല. ആ സഹോദരി ഇവിടെ എൻ്റെ അടുത്ത് വരുമ്പോൾ നിലത്ത് വീഴുക, അച്ഛ ക്ഷമിക്കണം, ഇത് ചെയ്തതിന് ശേഷം വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഭർത്താവ് ജോലിക്ക് പോയില്ല. കടുബാധ്യത വർദ്ധിച്ചു. ഇപ്പോൾ ഈ പാൻ കാർഡ് വെച്ചിട്ട് ലോൺ എടുക്കാം. 5 പാൻ കാർഡ് വെച്ച് ലോൺ എടുത്തു. 6ാമത്തെ ഒന്ന് ചെന്ന് എടുക്കാൻ നോക്കുമ്പോഴാണ് അവർ പറഞ്ഞു ഇനി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോഴാണ് ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആ സഹോദരി ഇപ്പോൾ പറയാണ് ജോലി ചെയ്ത് ഞങ്ങൾ 2 ജോലി ചെയ്ത് ഈ കടബാധ്യത അടച്ചിരുന്നതാണ്. ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല അച്ഛാ, പറ്റുന്നില്ല. ഹല്ലേലൂയ. മനുഷ്യരായ വ്യക്തികൾ പറയാം അവിടെയും പോയി പ്രാർത്ഥിച്ചോ ഇവിടെയും പ്രാർത്ഥിച്ചോ, അല്ല കുട്ടിച്ചാത്ത മഠത്തിലും പോക്കോ, ദൈവത്തിൻ്റെ അടുത്ത് പോക്കോ, ആഭിചാരയും പ്രവൃത്തിയും ചെയ്തോ, ഏതാപ്പം രക്ഷപ്പെടുത്തുന്നതെന്ന് അറിയില്ലല്ലോ. ചില ആൾക്കാർ കുറച്ച് ഒരു 2-3 മാസം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകും, മാറാതെ വരുമ്പോൾ അടുത്ത ഡോക്ടറിൻ്റെ അടുത്ത് പോകും, മാറാതെ വരെ വേറെ ഡോക്ടർ. ഇതേപോലെ നമ്മൾ ഓടി നടക്കുക. എവിടെയാണ് ഇപ്പോൾ സൗഖ്യമുണ്ട്? ആ സഹോദരി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു, ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്തു. ശരീരം മുഴുവനും മസൽ സംബന്ധമായ രോഗമായിരുന്നു, ശരീരം ജോയിൻറ്റ് പെയിൻ ആയിരുന്നു. ആ സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തി. ആ സ്ത്രീ വളരെ സന്തോഷത്തോടെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി അച്ഛാ, എന്നെ സുഖപ്പെടുത്തി. ഞാൻ ആകെ ക്ഷീണിച്ച്, ഞാൻ തളർന്ന്, എൻ്റെ ശരീരം മുഴുവൻ വേദനിച്ച വന്നത്. ഞാൻ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശക്തി വന്ന് എന്നിൽ നിറഞ്ഞു. ആ ശക്തി എന്നെ സുഖപ്പെടുത്തി അച്ഛാ. ഹല്ലേലൂയ. ആ ശക്തിക്ക് 10 പൈസ കൊടുക്കണ്ട, ആ ശക്തിക്ക് ഒരു 30,000 കൊടുക്കണ്ട, 5,000 കൊടുക്കണ്ട, ഒരു 20,000 കൊടുക്കണ്ട, 50,000 കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. വിളിച്ചാൽ അവൻ അവിടെ വരും. അതുകൊണ്ട് ആഭിചാര പ്രവൃത്തി ചെയ്യുന്നവരെ ഞാൻ ഇല്ലാതാക്കും. ഹല്ലേലൂയ. വീണ്ടും പറയാണ് ഇനിമേൽ ആരും പ്രശ്നം വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? രക്ഷകൻ വന്നു കഴിഞ്ഞു. രക്ഷകൻ വരുന്നതിനെക്കുറിച്ച് മിക്ക പ്രവാചകൻ പറയാം, ആ രക്ഷകൻ വരുമ്പോൾ ആരും ഇനി പ്രശ്നം വെക്കേണ്ട ആവശ്യകതയിലേക്ക് പോകണ്ട. കാരണം എന്താ? അവനാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം, അവനാണ് എല്ലാ രോഗത്തിനും പരിഹാരം. അവൻ്റെ ശരീരവും രക്തവും എവിടെ ചിന്തപ്പെടുന്നുണ്ടോ, അവൻ്റെ ശരീരവും രക്തവും ആരൊക്കെ പാനം ചെയ്യുന്നുണ്ടോ, അവൻ്റെ ശരീരവും രക്തവും ചിന്തപ്പെടുന്ന സ്ഥലത്ത് ആരൊക്കെ ചെന്ന് ആ കുർബാനയിൽ ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നുണ്ടോ അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും. വീണ്ടും പറയാണ്, 3ാമത് പറയാണ്, നിന്റെ വിഗ്രഹങ്ങളും സ്തംഭങ്ങളും ഞാൻ എടുത്തു കളയും. നിന്റെ വിഗ്രഹങ്ങൾ, മനസ്സിൽ നമുക്ക് ഇഷ്ടംപോലെ വിഗ്രഹങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത പോകുന്നതെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും പന്തക്കോസ്തുകാർ വന്നിട്ടുണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോകും. പള്ളിയിലേക്ക് പോയിട്ട് ആ മാതാവിൻ്റെ രൂപം ഇരിക്കുന്നു, ഔസേപിതാവിൻ്റെ രൂപം ഇടുന്നു. പന്തക്കോസ്തുകാരൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞത് ഈ വിഗ്രഹത്തെ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പണത്തോടുള്ള വിഗ്രഹങ്ങൾ, ഹല്ലേലൂയ, അന്ധവിശ്വാസം, എല്ലാ മേഖലകളും ഞാൻ തൂത്തണം. ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറണം, ഒരു പുതിയ വ്യക്തിയായിട്ട് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിൽ ചെന്നിട്ട് വിഗ്രഹങ്ങളെടുത്ത് അപ്പൻ്റെ നല്ല ഫോട്ടോ എടുത്ത് വലിച്ചെറിയാണെങ്കിൽ 5 അയലക്കത്ത് അടുപ്പിക്കാൻ പറ്റാത്തൊരു ടീമാണ് പന്തക്കുസ്തക്കാർ. നിങ്ങൾ ആരെങ്കിലും അടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെയും കൊണ്ടേ പോകുള്ളൂ. വിഷമാണ്. നമ്മൾ വിചാരിക്കും അവരാണല്ലോ വചനം പറയുന്നത്, പരിശുദ്ധ അമ്മയില്ലാത്ത, ഒരു ട്രഡീഷൻ ഇല്ലാത്ത, ഒരു കൃപയില്ലാത്ത സ്ഥലം കയറ്റരുത്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇവിടെ ഒരു പയ്യൻ വന്നു, അവൻ അമേരിക്കയിൽ നിന്നാണ്, ഒരു 100 കിലോയുടെ മുകളിലുണ്ട്, 100 കിലോയുടെ. അവൻ ഹെൽമറ്റ് വെച്ചവൻ്റെ തലയിൽ ഹെൽമറ്റ് വെച്ചിട്ടാണ് കയറി തന്നെ. ഞാൻ ചോദിച്ചു ഹെൽമെറ്റ്, അവൻ പറയും ഹെൽമെറ്റ് മാറ്റിയാൽ അപ്പനെ ആരും വെടിവെച്ച് കൊല്ലും, വെച്ച് കൊല്ലും. ഞാൻ പറഞ്ഞു നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഒരു കസേര, നമുക്ക് ചെറിയ കസേര, അവന് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ജോമാനയുടെ ഒരു രഹസ്യം ചെല്ലിയപ്പോൾ, അന്ന് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു, ഓഗസ്റ്റ് 15 കണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഒരു രഹസ്യം ചെല്ലിയ സമയത്ത് ഇവൻ ഈ മോളിൽ നിന്ന് ഈ വലിയ വലിയ സാധനങ്ങൾ താഴോട്ട് വീഴുന്ന, ഇവ കസേരയിൽ നിന്ന് ഊർന്ന് താഴോട്ട് ഇറങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു എന്തിയെന്ന് ചോദിച്ചു. അവൻ്റെ അപ്പനും അമ്മയും ഓടി വന്നു. ഞാൻ എടുത്ത് പൊക്കാൻ നോക്കിയിട്ട് 60 കിലോ ഉള്ള മനുഷ്യൻ 100 കിലോ ഉള്ള 110 കിലോ കൊണ്ടുണ്ട്. പൊക്കാൻ പറ്റുമോ? പൊക്കാൻ പറ്റുമോ? അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കുടുംബക്കാർ പറയാണ്, അവൻ ഈ രോഗിയായ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവരൊരു പാസ്റ്ററിൻ്റെ അടുത്ത് വിട്ടു. അവനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവൻ്റെ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ബന്ധിച്ചു, പരിശുദ്ധ കുർബാന ബന്ധിച്ചു, ഹല്ലേലൂയ, കുമ്പസാരം ബന്ധിച്ചു.
കുർബാനയും കുമ്പസാരവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും ജവമാല ഭക്തിയും ബന്ധിച്ച് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അവന്? പറ്റുമോ? പറ്റില്ല. അവൻ്റെ കയ്യും കാലം കെട്ടിയിട്ട പയ്യനാ. കയ്യും കാലം കെട്ടിയിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അല്ല, എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ ദൈവമാണ്, ഈശോ ആണ് ഇരിക്കുന്നത്. ആ മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നത് ഹെൽമെറ്റ് അവൻ തലേന്ന് ഇറങ്ങിപ്പോയി. അവൻ സൗഖ്യം പ്രാപിച്ചു. നമ്മൾ ബന്ധിച്ചത് പരിശുദ്ധ കുർബാനയോടുള്ള വിശ്വാസത്തിനെതിരെ വന്ന മേഖല ബന്ധിച്ചു. അവർ പറയും 4 വർഷക്കാലം ഈ പാസ്റ്ററിൻ്റെ ശിഷ്യനായിട്ട് പോയി. എന്തുണ്ടാ, നല്ലതായിരിക്കും അല്ലേ? അതുകൊണ്ട് പറയാണ്, നിന്റെ വിഗ്രഹങ്ങൾ എടുത്ത്, ഇറച്ചിയോടുള്ള ആസക്തി ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. അല്ലേരിയ ഭക്ഷപദാർത്ഥങ്ങളോട് ആർത്തി ഉണ്ടെങ്കിൽ മാറ്റണം. ഇന്ന് നമ്മുടെ കല്യാണങ്ങളുടെ ആഘോഷം എപ്പോഴാണെന്ന് വെച്ചാൽ കല്യാണം നടക്കുന്ന ദിവസമല്ല, തലേ ദിവസമാണ് ആഘോഷം കൂടുതൽ. പിറ്റേ ദിവസം വരുന്നേക്കാളും ആൾ കൂടുതൽ ഉല്ലസിച്ച് പാട്ടുപാടി നൃത്തം ചെയ്ത് കുടിച്ച് ജീവിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ തലേ ദിവസമാണ്. നമ്മൾ ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നുണ്ട്, 22:13 പറയാണ്, നീ മരിക്കുന്നത് വരെ ഈ പാപം ക്ഷമിക്കില്ല. മരിക്കുന്നവരെ എന്നാൽ അവൻ ആഹ്ലാദത്തിമിർപ്പ് കാളകളെയും ആടുകളെയും കൊല്ലുന്നു. അങ്ങനെയാണ് ഈ ക്രിസ്ത്യാനിയുടെ വീട്. കാളകളെയും ആടുകളെയും കൊല്ലുന്നു. ഇറച്ചി തീറ്റയും വീഞ്ഞുകുടിയാണ്. നമുക്ക് തിന്നു കുടിച്ച് മരിക്കാം. ജാർവാക സിത്തം എന്ന് പറയും. തിന്നുകുടിച്ച് മരിക്കുക, നാളെ നമുക്ക് മരിക്കുമെന്ന് അവർ പറയുന്നു. ഇന്ന് ജീവിക്കുക, ഇന്ന് ഉല്ലസിക്കുക, ഇന്ന് തിന്നുക, ഇന്ന് കുടിക്കുക. ഞങ്ങൾ ഇന്ത്യൻ ഫിലോസഫി പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ചാർവാക സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞ് നാളെ എന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ സുഖിക്കുക, ആനന്ദിക്കുക, നൃത്തം ചെയ്യുക. നാളെ എനിക്കിത് അനുഭവിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ക്രിസ്ത്യാനി അതാ ചെയ്യുന്നത്. നാളെ എനിക്ക് കുടിക്കാൻ പറ്റില്ല. നാളെ എനിക്ക് മരിച്ചു പോയാൽ കുടിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ലേ? കൊല്ലത്തൊരു മനുഷ്യൻ, കൊല്ലത്തോ കൊട്ടാരക്കരയോ 1001 കുപ്പി മദ്യമാണ് ദേവന് സമർപ്പിച്ചത്. അല്ലേ? നമ്മുടെ ചേട്ടന്മാരെ എന്നാ ഇത് വെറുതെ തോന്നാബുദ്ധി തോന്നുന്നു. അതുകൊണ്ട് കൊത്തുവിഗ്രഹം, പണത്തോടുള്ള, ലോക സുഖങ്ങളോടുള്ള, മീഡിയയോടുള്ള എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. കാരണം എന്താ? പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ് എൻ്റെ ശരീരം. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൃപയിൽ നിറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ഒരിക്കലും ഒരു അന്ധകാര ശക്തി കയറില്ല. അതിന് പകരം ചെയ്യുന്നൊരു കാര്യം, ആദ്യം സാത്താൻ കീഴ്പ്പെടുത്തുന്ന ആരെയാണെന്ന് വെച്ചാൽ മനുഷ്യന്, നമ്മളെയാണ് കീഴ്പ്പെടുന്നത്. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, തന്നേക്കാൾ ബലമുള്ളവനെ സാത്താൻ ചെയ്യുന്ന ഒരു കാര്യം, അവനെ ബന്ധിച്ചിടാതെ, അല്ലേ? 29:12 ശക്തനായ ഒരു മനുഷ്യൻ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർ ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കും. അപ്പോൾ സാത്താൻ ചെയ്യുന്ന ഒരു കാര്യം, ഭക്ഷണമോ ഒരു കുഴപ്പമില്ല, നീ കഴിച്ചോ. പുകവലി ഒരു കുഴപ്പമില്ല, നീ കഴിച്ചോ, നീ വലിച്ചോ. അല്ലേ? മുറുക്കോ ഒരു കുഴപ്പമില്ല. പാൻപരാഗോ, ബ്ലൂ ഫിലിമോ, അല്ലെങ്കിൽ ഹൊറർ സിനിമകളോ, ഡബിൾ സിനിമകളോ, പബ്ജി. പിള്ളേരുടെ ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ പിള്ളേരുടെ ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? പബ്ജിയും ഫ്രീ ഫയറും കളിക്കും. അപ്പനും അമ്മയും കണ്ടിട്ടുണ്ട്. അവരോട് പറഞ്ഞാൽ അവർ കേൾക്കുമോ? അവർക്കത് ക്രൈസാണ്. BTS 501. ഞാൻ 501 എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ഒരു സോപ്പ് ഉണ്ടായിരുന്നു, 500. അപ്പോൾ വാഷിംഗ് സോപ്പ്. അവൻ പറഞ്ഞു 501 സോപ്പല്ല ഫാദർ, ഇത് കൊറിയയുടെ ഒരു കൊറിയയുടെ ബാൻഡാ. അല്ലേലിയ. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യനെ പിശാച് ബന്ധിച്ചിടാതെ അവൻ്റെ കുടുംബം തകർക്കാൻ ഒരു മനുഷ്യനും പറ്റില്ല. ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, മാമുദീസയും സൈലനവും സ്വീകരിച്ച ഒരു വ്യക്തി, കൂദാശകൾ സ്വീകരിക്കുന്ന വ്യക്തി, പരിശുദ്ധ കുർബാന അർപ്പിച്ച് കുർബാന യോഗ്യതയോട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ പിശാചിന് ബന്ധിച്ചിടാതെ, പിശാചിന് അവനെ അടിമപ്പെടുത്താതെ അവൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ തുടങ്ങില്ല. അല്ലേ? അപ്പസ്തോലന്മാർ പോയിട്ട് ലോകം കീഴ്പ്പെടുന്നത് ഇപ്രകാരമാണത്. അപ്പസ്തോലപ്രവർത്തനം 17:8-9 വാക്യം, അവർ ഈ 12 പേര് ലോകം മുഴുവനും തലകീഴായിട്ട് മറിച്ചു. അല്ലേ? ലോകം മുഴുവനും തലകീഴായിട്ട് മറിച്ചു. കൊറിന്തോസിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞത്,
അവർ നടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിഞ്ഞത് അവരുടെ ജീവിത മാതൃക കൊണ്ട് അല്ലേ ലിയാം? അടുത്തത് പറയാണ് എന്താണ്, തൻ്റെ കരവേൽ മുമ്പിൽ അവ പ്രണമിച്ചു, നിന്റെ അക്ഷര പ്രതിഷ്ഠകളെ അവൻ നിർമൂലനം ചെയ്യും. അത് യേശു കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി യേശു കടന്നു വന്നാണ്. പക്ഷേ എന്നിട്ട് പറയാം, നിങ്ങളുടെ നഗരങ്ങളെ ഞാൻ നശിപ്പിക്കും. എന്നെ അനുസരിക്കാത്ത ജനതകളോട് ഞാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനം വായിച്ചു നോക്ക്. എന്നെ ആരാധിക്കാത്ത, എന്നെ സേവിക്കാത്ത, എൻ്റെ കൂടെ നിൽക്കാത്ത ജനതകളെയും ദേശങ്ങളെയും ഞാൻ നശിപ്പിക്കും. അല്ലേ? നിന്നെ സേവിക്കാത്ത ജനതയും രാജ്യവും നിന്നെ സേവിക്കാത്ത ജനതകളെയും രാജ്യവും നശിക്കും. ആ ജനതകൾ നിർമ്മാർജ്ജനം ചെയ്യും. ആ ജനതകളെ കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യും. ഇത് പറയുന്നതിൻ്റെ കാരണം വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് മിക്ക പ്രവാചകനും യെശയ്യാ പ്രവാചകനും പറയുന്നൊരു കാര്യമാണ്, അന്ധവിശ്വാസങ്ങളിലേക്ക് പോകരുത്, അനാചാരങ്ങളിലേക്ക് പോകരുത്. പോയാൽ എന്താണ്, ആ ജനതയെയും ആ ദേശങ്ങളെയും നശിപ്പിക്കും. അല്ലേലിയാ. ഇനി 4-ാമത്തെ ഇതിൽ നോക്ക്, മിക്ക പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അന്ത്യനാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മലഗിരിശൃംഗങ്ങൾ മുകളിൽ സ്ഥാപിക്കപ്പെടും. നമ്മുടെ പള്ളികളെല്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മുകളിലാണ്. പഴയ കാലത്തെ അച്ഛന്മാരെല്ലാം പള്ളി വയ്ക്കുമ്പോൾ എന്താണ്, ആ ദേശത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? അവിടെ ഉയർത്തപ്പെടുന്ന കുരിശിലേക്ക് നോക്കി ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഏറ്റവും വലിയ മലയുടെ മുകളിലാണ് പള്ളി സ്ഥാപിക്കുന്നത്. അവിടെ നിന്ന് വിശുദ്ധ കുർബാന, അവിടുത്തെ മണിയടിയും അവിടുത്തെ കുരിശും കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ആദ്യകാലത്ത് നമ്മുടെ കാർന്നോന്മാർ ഈ മലകളിലേക്ക് പോകുമ്പോൾ അവർ തോക്കും കൊണ്ടൊന്നല്ല പോയത്. തോക്കെടുത്തോണ്ടാണ് കുരിശടി സ്ഥാപിച്ച് ആ കുരിശിൻ്റെ അടുത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. അല്ലേ? ഇപ്പം നമുക്ക് രാവിലെ പ്രാർത്ഥനയില്ല, വൈകിട്ട് പ്രാർത്ഥനയുണ്ടോ? ഏതെങ്കിലും സമയമുണ്ട്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് പിള്ളേരോട് ചോദിച്ചാൽ 7 മണി, 8 മണി, 10 മണി, 11 മണി, 12 മണി വരെ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലും കൂടുതൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ? വൈകിട്ട് എന്തായിരിക്കും? വൈകിട്ടും പ്രാർത്ഥനയില്ല, രാവിലെയും പ്രാർത്ഥനയില്ല. ഇന്ന് നമ്മുടെ ശരീരങ്ങളെല്ലാം പിശാചിൻ്റെ കൂടാരങ്ങളാണ്. പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യനിൽ ദൈവം വസിക്കില്ല. പ്രാർത്ഥിക്കാം. എന്താ, യോനാ പ്രവാചകൻ പ്രാർത്ഥിച്ചില്ല, ഒരു പ്രവാചകനായിരുന്നു. അവനെല്ലാവരും കൂടി നല്ല ആട്ടി കടൽ ശാന്തമായി. വീട് ശാന്തമല്ലാത്തതിൻ്റെ കാരണം കുറേ എണ്ണങ്ങൾ പ്രാർത്ഥിക്കാതെ വീട്ടിലുണ്ട്. ഇപ്പം അവർ ശത്രുത പറയുന്ന ആരാ? പ്രാർത്ഥിക്കുന്നവരാണ് ഈ വീടിൻ്റെ എല്ലാത്തിൻ്റെയും പ്രശ്നം. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി. ഇവിടെ ഒരു ലിസ്റ്റ് ചേച്ചി വരുമായിരുന്നു, സ്ഥിരം വരുന്ന ചേച്ചിയാണ്. ആ ദേശത്തിന് വേണ്ടി, കൊഴിഞ്ഞാമ്പാറ ദേശത്തിന് വേണ്ടി, കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് ആ ചേച്ചി പ്രാർത്ഥിച്ച് ആ ചേച്ചിയുടെ മകൻ മാനസാന്തരപ്പെട്ട് അതിനു മുമ്പ് അവൻ പറയും പോവരുതെന്ന് പറയും. ഇപ്പം അവൻ പറഞ്ഞ പൊയ്ക്കോ. അവന് 4 PSC ടെസ്റ്റിൽ ജോലി കിട്ടി. ഇപ്പം 4-ാമത്തേൽ ട്രെയിനിങ് എടുത്ത എല്ലാം ക്യാൻസൽ ചെയ്ത് മെയിനിൽ കയറി. കല്യാണം നടന്നു. ഒരു ഡോക്ടർ പെൺകൊച്ചിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവൻ നല്ലൊരു ജോലി, നല്ലൊരിത്. അവൻ അവസാനത്തെ വർഷത്തിലെ ജോലി കയറിയത്. അപ്പം ഇപ്പം അവൻ ചെയ്യുന്ന കാര്യമാണ്, അവൻ പള്ളിയിൽ പോയില്ലായിരുന്നു. അവൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഫലമായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടാണ് അവൻ പ്രവർത്തനത്തിന് ജോലിക്ക് പോകും. മാറിയതാരാ? അമ്മച്ചി പ്രാർത്ഥിച്ചത് ആ ദേശത്തിന് വേണ്ടിയാണ്, ആ ദേശ നിവാസികളാണ്. മാറിയത് ആരാണെന്ന് വെച്ചാൽ മകൻ മാനസാന്തരപ്പെട്ടു. അവരോട് ഒന്ന് പറഞ്ഞു, ഞാൻ അമ്മേനെ ഈ ശുശ്രൂഷയ്ക്ക് പോകരുതെന്ന് പറയുന്നത്. പക്ഷെ അമ്മ എന്നും പോകും. അമ്മയ്ക്ക് 2 മക്കളുള്ളത്, 2 മക്കൾക്കും ജോലി കിട്ടി. നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന നമ്മളല്ല പ്രശ്നം, പ്രാർത്ഥിക്കാതെ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പിള്ളേരാണ് പ്രശ്നം. അല്ലേ? ഞാനൊക്കെ വൈകി എഴുന്നേറ്റ് കുളിക്കേണ്ട ആവശ്യമില്ല, 2-3 പാത്രം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളൊന്ന് ഒഴിച്ചു നോക്ക്. മീത്ത് തൊട്ടാലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. കാരണം പ്രാർത്ഥിക്കാതിരിക്കുന്ന ശരീരം സാത്താൻ്റെ കൂടെ. അതുകൊണ്ട് അവസാന നാളുകളിൽ എല്ലാവരും ഓടിയെത്തുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടുന്ന പള്ളിയിലേക്ക് ജനം പ്രവഹിക്കും. വരാൻ പോകുന്നുള്ളൂ. ഹല്ലേലൂയ. ഞാനൊരു ദിവസം നിത്യാരാധന സ്ഥലത്ത് ഞാനല്ലാത്തൊരു ദിവസം പോയി പ്രാർത്ഥിച്ചപ്പോൾ എന്തുണ്ടായെന്നറിയാമോ?
50 കിലോമീറ്റർ അകലേന്ന് പിള്ളേർ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, രാവിലെ തൊട്ട് പ്രാർത്ഥിക്കുക. അല്ലേലിങ്ങ. എന്നിട്ട് പിള്ളേർ കുമ്പസാരിക്കാൻ വരാം. കല്യാണം കഴിഞ്ഞു വെച്ചാൽ 15 ദിവസമായുള്ളൂ, പെണ്ണ് പറഞ്ഞു ഇനി നിന്നെ എനിക്ക് വേണ്ട. കല്യാണം കഴിഞ്ഞു വെച്ചാൽ 1 മാസമായുള്ളൂ, ഞങ്ങൾ ഡൈവോഴ്സ് അയച്ചാ. ഞാൻ ചോദിച്ചു ഇത്ര അകലേന്ന് ഇത്രയ്ക്ക് വന്നോ? 55 കിലോമീറ്റർ 60. അവർ പറയാം എടവോപ്പള്ളി പോയി എല്ലാവരും അറിയും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുള്ളൂ, ഡൈവേഴ്സ് ആയിരുന്നു എല്ലാവരും അറിയും. കല്യാണം കഴിഞ്ഞിട്ട് 15 ദിവസമായുള്ളൂ, പെണ്ണ് ഇവൻ്റെ വീട്ടിൽ ചെന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ പറഞ്ഞു അമ്മയെ അപ്പനോടും വിളിച്ചിട്ട് പറഞ്ഞു ഈ കല്യാണം അങ്ങ് ഒഴിവാക്കിയത്. എന്ത് നിസ്സാരമായിട്ട് പറഞ്ഞു അല്ലേ, എന്ത് നിസ്സാരമായിട്ട് പറഞ്ഞു. അതിൻ്റെ ഗൗരവം പിള്ളേർക്ക് അറിയില്ല. അല്ലേലിയ. പഴയ കാലത്ത് കുഞ്ഞിപ്പെര കെട്ടി കഞ്ഞിയും കുഞ്ഞും കളിക്കുന്ന പോലെ ഇപ്പം കല്യാണം നടത്തുക, ഒഴിവാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യൻ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്തരുത്. കാരണം ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ളൊരു പാപം ഏതാണെന്ന് വെച്ചാൽ വിവാഹമോചനം. അതുപോലെ തന്നെ വീണ്ടും പറയുന്ന ഈശോ പറയുന്നത് വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചവർ കാണിക്കുന്ന അവിശ്വസത ദൈവത്തിന് വെറുപ്പാണ്. അതുകൊണ്ട് പറയുന്നത് അടുത്തത് പറയാണ് ജനതകൾ അവിടത്തേക്ക് പ്രവഹിക്കും. അവിടേക്ക് വരുന്നല്ലോ പറഞ്ഞ പ്രവഹിക്കും, ഓടി അവർ കയറി വരും. അല്ലേലിയ. കേരളത്തിൽ കുരുമുളകിന് വിലയില്ലായിരുന്നു, അടയ്ക്കയ്ക്ക് വിലയില്ലായിരുന്നു, ജാതിക്കയ്ക്ക് വിലയില്ലായിരുന്നു, റബ്ബറിന് വിലയില്ലായിരുന്നു. കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് ജനം എരച്ച് കയറി അല്ലേ, എരച്ച് കയറി. ജനം ഓടി കൂടിയത് എന്തിനു വേണ്ടിയാ? വില കൂടാൻ വേണ്ടിയാ. ഏതിന്? റബ്ബറിന് വില കൂടണം, ജാതിക്കയ്ക്ക് വില കൂടണം, കുരുമുളകിന് വില കൂടണം, അടയ്ക്കയ്ക്ക് വില കൂടണം. അത് വില കൂടേണ്ടത് എവിടെയാ? വില കൂടേണ്ടത് ശരീരത്തിന് വില കൂടണം. ശരീരത്തിന്. കഴിഞ്ഞ നാളുകളിൽ വചനങ്ങളെല്ലാം പറയുന്ന സെൻറ്ററുകൾ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്, മനുഷ്യ ജീവിതത്തെക്കുറിച്ചല്ല പറഞ്ഞത്. അതുകൊണ്ട് ഈശോ പറഞ്ഞത് നിൻ്റെ ശരീരത്തെയും ആത്മാവിനെയും കൊല്ലാൻ കഴിവുള്ളവരെ നീ ഭയപ്പെടണം, നീ മറ്റുള്ള മുമ്പിൽ ഏറ്റുപറയണം. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് അക്രൈസ്തവൻ്റെ മുമ്പിൽ ശക്തമായിട്ട് ഏറ്റുപറയാനായിട്ട് പറ്റുന്നൊരു വ്യക്തിയെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഏറ്റുപറയും. ഹല്ലേലൂയ. ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് ഒരു അവജ്ഞയാണ്. ഒരു പയ്യൻ ഒരു സ്ഥലത്ത് സ്കൂളിൽ പോയി. നമ്മൾ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഫീസ് കുറഞ്ഞ സ്ഥലവും ഏറ്റവും നല്ല സ്ഥലവും ഒപ്പം വേദപാഠോ അല്ലെങ്കിൽ കുർബാനയോ കൂദാശയോ ഇല്ലാത്ത സ്ഥലമാണെങ്കിലും ഒരു കുഴപ്പമില്ല. അത് പാതാളത്തിലാണെങ്കിലും നല്ല സീറ്റാണെങ്കിൽ കൊണ്ടുപോയി വെക്കും. ഓക്കെ ഇല്ലേ? പാതാളത്തിൽ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയാം, കൊണ്ടുപോയില്ലേ? ഒരു വയ്യ എവിടെ നിന്നാണ് വന്നറിയാം, അവൻ്റെ അപ്പനും തൊട്ടയിലത് ഹിന്ദുവും കൂടി പിടിച്ചുകൊണ്ടുവന്നിരിക്കുക. അവൻ പഠിക്കുന്നത് ഒരു വിജാതീയ മേഖലയിലാണ്. അവിടുത്തെ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുകയാണെന്ന് അവർ കേട്ടത്. നമുക്ക് നേരിട്ട് ഒരു ഇതില്ല. അതായത് സ്വവർഗ വിവാഹം നടത്താൻ. ഇവന് ക്രിസ്ത്യാനി ഇവൻ മാത്രമേ ഉള്ളൂ, ഇവൻ മാത്രമേ ക്രിസ്ത്യാനി ഉള്ളൂ. ഇവനിത് ഇങ്ങനെ. അപ്പോൾ ഒരു പയ്യൻ പറയാം, എടാ നമുക്കൊരു വീടെടുത്ത് ഒന്നിച്ച് താമസിക്കുക, ഒരു വീടെടുത്ത് ഒന്നിച്ച് താമസിക്കാം, ഞാൻ മയക്ക് മരുന്ന് കൊണ്ടുവരാം, നമുക്ക് കഴിക്കാടാ. ആ കൊച്ചിനെ എല്ലാവരും കൊണ്ടുവന്നു. ഞാൻ ഇവനെ പ്രാർത്ഥിച്ച് പറഞ്ഞു. അപ്പോൾ അവൻ പറയാ ഞാൻ കൺഫ്യൂഷനില്ല, അത് വേണോ ഇത് വേണോ എന്ന്. 10ാം ക്ലാസ് വരെ പഠിച്ച പയ്യൻ പറയാണ് എനിക്കൊരു കൺഫ്യൂഷനാണ്, ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കണോ അതെയോ സ്ത്രീയോടെ ജീവിക്കണോ അതെയോ വിശുദ്ധി വേണോ? ഞാൻ അവനോട് പറഞ്ഞു വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ പറഞ്ഞു നീ ഇനി 2 കൊല്ലോടെ പഠിക്കാനുണ്ടല്ലോ, 2 കൊല്ലം ഡിഗ്രി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കോഴ്സ് ഡിസ്കണ്ടിന്യൂ, ജീവൻ നഷ്ടപ്പെട്ടില്ല അല്ലേ? കോഴ്സാണോ വലുത്? ഡിഗ്രിയാണോ വലുത്? അത് ജീവനാണോ വലുത്? ആത്മാവാണോ വലുത്? അപ്പനെ വിളിച്ച് ഞാൻ പറഞ്ഞു ചേട്ടൻ കൊണ്ടുപോയി ആക്കിയ സ്ഥലം പശക. ഇവൻ്റെ ക്ലാസ്സിൽ ഇവൻ മാത്രമേ ക്രിസ്ത്യാനി ഉള്ളൂ. ക്രിസ്ത്യാനിയുള്ളൂ. അവൻ ശക്തമായിട്ട് പറയണം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതാണെന്ന് പറയണം, എനിക്കിത് പാപമാണെന്ന് പറയണം, എനിക്ക് മദ്യം പാപമാണെന്ന് പറയണം, മയക്കുമരുന്ന് പാപമാണെന്ന് പറയണം, എനിക്ക് ഈ ലിവിങ് ടുഗദർ പാപമാണെന്ന് പറയണം, അല്ലെങ്കിൽ സ്വവർഗ വിഭാഗം പാപമാണെന്ന് പറയണം. അതിനുള്ള ചങ്കൂറ്റം ഇവന് ഇല്ല. ഇവൻ ഡൽഹിയിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ വേദപാഠം പിടിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി നമ്മൾ നല്ല സ്കൂളിൽ കൊണ്ടുവന്നാക്കും, ആത്മാവിൻ്റെ പരിശീലനം കൊടുക്കുകയില്ല. അവസാനം അവരെന്താണെന്ന് വെച്ചാൽ അവരുടെ അടി കൊണ്ട് കാരണന്മാർ മരിക്കേണ്ടതും അല്ലേ?
ഹല്ലേലൂയ. അതുകൊണ്ട് ജനം അവിടത്തേക്ക് പ്രവഹിക്കും. അടുത്ത പറയാണ്, വരുവിൻ നമുക്ക് കർത്താവിന്റെ വരുവിൻ നമുക്ക് കർത്താവിന്റെ ഗിരിശൃംഗത്തിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ അവിടുന്ന് തന്റെ മാർഗങ്ങൾ പഠിപ്പിക്കും. എന്താണ് അവിടുത്തെ മാർഗം? ഹല്ലേലൂയ. എന്താണ് മാർഗം? ചട്ടങ്ങളും നിയമങ്ങളും. ചട്ടങ്ങൾ, ദൈവത്തിന്റെ കൽപ്പനകൾ. പഴയ കാലത്ത് ഇതിൽ പുസ്തകത്തിൽ പറയുന്ന പ്രകാരം ദൈവത്തിന്റെ നിയമങ്ങൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, മാർഗങ്ങൾ. ഹല്ലേലൂയ. ഉൽപ്പത്തി നമ്മൾ പഞ്ചഗ്രന്ഥി എടുത്ത് വായിച്ചു നോക്കുക. അവിടെ പറയുന്നുണ്ട് ദൈവം തന്റെ കൽപ്പനകൾ പഠിപ്പിക്കും, പ്രമാണങ്ങൾ പഠിപ്പിക്കും, ചട്ടങ്ങൾ പഠിപ്പിക്കും, മാർഗങ്ങൾ പഠിപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ദൈവവുമായിട്ടുള്ള ഉടമ്പടി. യെശയ്യാ പ്രവചന പുസ്തകം 42-ാം അധ്യായം 4 തൊട്ട് തിരുവചനത്തിൽ പറയാം. അത് ക്രിസ്തുവിന്റെ ദാസനെ കുറിച്ച് പറയുന്നതിൽ പ്രകാരം പറയാണ്, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയില്ല. കർത്താവ് എവിടെ ഒച്ചപ്പാടുണ്ടാക്കിയുണ്ടോ? ഇല്ലല്ലോ. സൈലന്റ് ആയിട്ട് നിന്നത് ഇതിന് ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് റോമാക്കാർക്ക് ലേഖനത്തിൽ നീ പ്രതികാരം ചെയ്യരുത്, പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഇപ്രകാരം പറയാണ്, വൈകി അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങൾ അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ക്രിസ്ത്യാനി ഇപ്പൊ എന്തായി? മറ്റുള്ളവരുടെ നിയമത്തിന് വേണ്ടി കാത്തിരിക്കുക, മറ്റുള്ള മതസ്ഥരുടെ നിയമങ്ങൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഒരു വയ്യ അവിടെ വന്നു, അവനോട് ചോദിച്ചു, എത്ര നാൾ നീ ഗൾഫ് ചെയ്തു? 12 വർഷം ഗൾഫ് ചെയ്തു. എത്ര ഇഫ്താറിൽ പങ്കെടുത്തിട്ടുണ്ട്? 12 വർഷവും പങ്കെടുത്തിട്ടുണ്ട്. 12 വർഷവും പങ്കെടുക്കാൻ പറ്റുമോ? പങ്കെടുക്കാൻ പറ്റുമോ? ഞാനൊരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോയിട്ട് എനിക്കൊരു രോഗം വന്നിട്ട് ഇത് പ്രസംഗിക്കുമ്പോഴാണ് മാറിയത്. ഹല്ലേലൂയ. കാരണം എന്താ? അച്ഛനെ ഒരു ഇടവകയിലാക്കിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആചാരങ്ങളും പോയി പെടാൻ വേണ്ടിയല്ല, മറിച്ച് ഏകരക്ഷകനെ കുറിച്ച് ലോകത്തിന് വെളിപ്പെടുത്തും. അല്ല, മനുഷ്യർ നല്ലതാ, പക്ഷെ മനുഷ്യൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ ഒരു മതപുരോഹിതൻ പോകേണ്ട ആവശ്യം, അല്ലെങ്കിൽ പുരോഹിത കത്തോലിക്ക സഭ സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം ഉണ്ടോ? ഇല്ലല്ലോ. കാരണം മറ്റ് മതങ്ങളുണ്ടായിട്ടും ദൈവം സ്ഥാപിച്ചത് അതൊന്നും മനുഷ്യന് രക്ഷയ്ക്ക് ഉപകരിച്ചില്ല. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 45-ാമത്തെ തിരുവചനത്തിൽ ഇവൻ ലോകരക്ഷകനാണെന്ന് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ. സമറിയാക്കാരി സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് ഒരു വലിയ ജനം കടന്നു വരുമ്പോൾ യേശു പ്രസംഗിക്കുന്നതും യേശു അത്ഭുതം പ്രവർത്തിക്കുന്നതും കണ്ടപ്പോൾ അവർ പറയാണ്, ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, മറിച്ച് ഞങ്ങൾ അവനെ നേരിട്ട് കാണുകയും ശ്രവിക്കുകയും ചെയ്തു. ഒരു പട്ടണം മുഴുവനും ദൈവത്തിൽ വിശ്വസിച്ചത് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിലാണ്. ഇവിടെ ഒരു പയ്യൻ പറയാണ്, എല്ലാ മതസ്ഥരും കൂടി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത് ചെയ്യാൻ പോവാണ്. ഹല്ലേലൂയ. ഒരു സ്ത്രീ, വിജാതീയ സ്ത്രീ വന്നിട്ട് പറയാ, യേശുവിനെ നിങ്ങൾ വന്ന് കാണാൻ പറയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചന പുസ്തകത്തിൽ തൊട്ടടുത്ത വചനത്തിൽ പറയാം, 42-ന്റെ 7 തൊട്ട് വചനം, അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ മോചിപ്പിക്കുന്നതിനും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ കൊണ്ടുവരുവാനും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായിട്ട് നൽകിയിരിക്കുന്നു. അപ്പൊ ക്രൈസ്തവരെ എന്തിനു വേണ്ടിയാണ് ക്രൈസ്തവരെ വിട്ടിരിക്കുന്നത്? ജനത്തിന്റെ ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായിട്ട് വേണം. ഹല്ലേലൂയ. അല്ലാതെ അവർ ചെയ്യുന്ന ആചാരങ്ങൾ ചെയ്യാനല്ല നമ്മുടെ വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് വിട്ടിരിക്കുന്നത്. ഒരു കുടുംബം ഇവിടെ വന്ന് പറഞ്ഞ ഒരു കാര്യം ഓർക്കുക, സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അറിയുന്നത് ഭ്രൂണഹത്യ പാപമാണെന്ന്, ഗർഭചിത്രം പാപമാണെന്ന്. സഭ അത് പ്രഘോഷിക്കാതെ, ഞാൻ ഇവിടെ പിള്ളേരോട് ചോദിച്ചു, ഈ അക്രൈസ്തവരോട്, അവർ പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ, ക്രൈസ്തവ സഭ മാത്രമേ ഇത് പഠിപ്പിക്കുന്നുള്ളൂ. ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയത് പ്രേക്ഷിത ദൗത്യം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തൊട്ടടുത്ത വചനത്തിൽ പറയാം, ഉടമ്പടിയും ജനതകളെ പ്രകാശമാക്കിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. ഞാനാണ് കർത്താവ്, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകിയിട്ടില്ല. മറ്റുള്ളവരുടെ മഹത്വം ഞാൻ സ്വീകരിക്കുകയല്ല ചെയ്യേണ്ടത്, മറ്റുള്ളവരുടെ മഹത്വമല്ല, മറ്റുള്ളവരുടെ ആഭിചാര പ്രവൃത്തികൾ ഞാൻ സ്വീകരിക്കുകയല്ല ചെയ്യേണ്ടത്. എന്നിലുള്ള മഹത്വത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ പ്രസംഗിക്കുകയാണ് വേണ്ടത്. ക്രൈസ്തവ വിശ്വാസികൾ ജീർണിച്ച് പോകുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ
എല്ലാ അവിയിലും മേടിച്ച് സ്വീകരിക്കുന്നവരാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് മതത്തിൻ്റെ ഏത് ആചാര്യോ കടമച്ച കുട്ടിച്ചാത്ത് ഏത് പൂജ ചെയ്താലും നോ പ്രശ്നം. ഭക്ഷണമല്ലേ കഴിക്കുക, ഭക്ഷണമല്ലേ കഴിക്കുക. ഹല്ലേലൂയ. തീറ്റയ്ക്ക് വേണ്ടി ജനിച്ചവരല്ല നമ്മൾ, മറിച്ച് ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി. ആത്മാവ് നഷ്ടപ്പെടാൻ തൊട്ട് മിക്ക പ്രവചന പുസ്തകത്തിൽ തിരിച്ചു പോകാം. അവിടെ പ്രകാരം പറയാം. അതുകൊണ്ട് പറയാണ്, അവൻ വന്ന് അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ അവൻ ന്യായം വിധിക്കും. വീണ്ടും പറയാണ്, വിദൂരസ്ഥരായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനാകും. വീണ്ടും പറയാണ്, അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല. അല്ലെങ്കിൽ അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ രാഷ്ട്രപിതാവായ ഗാന്ധിജി എന്ത് ചെയ്ത് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ തോക്കല്ല എടുത്തത്, വാക്കത്തിയല്ല എടുത്തത്, പിച്ചാത്തിയല്ല എടുത്തത്, ബോംബല്ല എടുത്തത്, ദൈവസ്നേഹം. വീണ് ഇവിടെ 6 തൊട്ട് പറയാണ്, കർത്താവിൽ ചെന്നു അന്ന് ഞാൻ മുടന്തരെ ഒരുമിച്ച് കൂട്ടും. ഞാൻ പ്രകാരം പറയാണ്ട്, നിങ്ങൾ എന്താ ക്യാൻസർ രോഗികളെ കൊണ്ടുവരാൻ പറയാണ്ട്, ക്യാൻസർ രോഗികൾ സുഖപ്പെടുന്നു. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം ഞാൻ പറയുന്നത്, അപസ്മാര രോഗികൾ, വീട്ടിലെ ഈ ഇരുമ്പും തുരുമ്പൊക്കെ എടുക്കാൻ വരുന്ന ആക്രിപെടുക്കാൻ വരുന്നവർ വരുമ്പോൾ നമ്മൾ വാരി കൊടുക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഏത് സാധനങ്ങളായിരിക്കും? നമുക്ക് വീട്ടിൽ ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ. അതേപോലെ പറഞ്ഞേ, നിങ്ങളുടെ വീട്ടിൽ ഈ അപസ്മാരം പിടിപെട്ടവരുണ്ടെങ്കിൽ എന്താ, അപസ്മാരം ഇവിടെ അനേക അപസ്മാരികൾ സുഖപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്, അന്ന് ഞാൻ മുടന്തരെ ഒരുമിച്ച് കൂട്ടും. മുടന്തർക്ക് നന്നായിട്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു യാത്രയും ചെയ്യാതെ വീട്ടിൽ കിടപ്പുണ്ടാവും. അവരെ ഞാൻ ഒരുമിച്ച്. രണ്ടാമത് പറയാണ്, ചിതറിക്കപ്പെട്ടവരെ ഞാൻ പീഡിപ്പിച്ചവരെയും ശേഖരിക്കും. ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിലേക്ക്, അനാചാരത്തിലേക്ക് പോയപ്പോൾ പീഡനം കൊടുത്തത് കർത്താവ് കൊടുത്തതല്ല, അവർ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാന ഫലമായിട്ട് കൊടുത്തത്. വീണ്ടും പറയാണ്, മുടന്തരെ ഞാൻ എന്റെ അവിശേഷിച്ച ജനമാക്കും, ബഹിഷ്കൃതരെ പ്രബല ജനതയാക്കും. കർത്ത എന്ന് പറഞ്ഞ ദൈവപ്രമാണങ്ങൾ, ദൈവകൽപ്പനകൾ ലംഘിച്ച് ജീവിച്ചവരെ ഞാൻ പ്രബലരായിട്ട് മാറ്റും. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 14 അവിടെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ആ ദേശം വിജാതീയ ദേശമായിട്ട് പോയപ്പോൾ അവിടുത്തെ രാജാവ് ചെയ്തൊരു കാര്യമാണ്, ഒരു പുരോഹിതനെ വിട്ട് ദൈവത്തിന്റെ കൽപ്പന പഠിപ്പിക്കാൻ പറഞ്ഞു. അവൻ കൽപ്പിച്ചു, അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു പുരോഹിതനെ അങ്ങോട്ടയക്കുക. അവൻ അവിടെ താമസിച്ച് ദേശത്തെ ദൈവത്തിന്റെ നിയമം പഠിക്കുക. അപ്പൊ നമ്മുടെ ഇടവകയിലെ അച്ഛന്മാർ വന്ന് താമസിക്കുന്നത് പിള്ളേരെ ക്രിക്കറ്റ് കളി പഠിപ്പിക്കാനല്ല, പിള്ളേരെ ചീട്ടുകളി പഠിപ്പിക്കാനല്ല, അല്ലെങ്കിൽ ഫുട്ബോൾ പഠിപ്പിക്കാനല്ല. ആണോ? ദേശത്തെ ദൈവത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്താണെന്ന് വെച്ചാൽ എവിടെ കിടക്കുന്ന ഒറ്റ വാക്കില കർത്താവ് പറയുന്നത് എവിടെയാ? 13-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 32-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയാ, അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക, ഞാൻ ഇന്നും നാളെയും പിശാചുകളെ പുറത്താക്കുകയും രോഗശാന്തി ചെയ്യും. 3-ാം ദിവസം എന്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. വീണ്ടും പറയാണ്, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 18-ാമത്തെ കമാൻഡാണ്, 18-ാമത്തെ വാക്യം കമാൻഡാണ്, നിങ്ങൾ പോയി പ്രസംഗിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഒരു നല്ല എഞ്ചിനീയർ ചേട്ടൻ, ഒരു സ്ത്രീ നേഴ്സാണ്, നല്ല ജോലിയുണ്ട്, 2-3 ലക്ഷം രൂപ ജോലിയുണ്ട്, 5 കൽപ്പന ചോദിച്ചിട്ട് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് കല്യാണത്തിൻ്റെ സമയത്ത് വേദപാഠം കേട്ടെന്ന് പറഞ്ഞു. കിട്ടാതെ വരുമ്പോൾ ചെയ്യുന്നതാണ് വെച്ചാൽ എന്താ പരിപാടിയൊക്കെ ഉള്ളത്, ഞാൻ അതിന് സംഭാവന തന്നേക്കാം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 4 ലക്ഷം രൂപ ഉടനെ അടച്ചില്ലെങ്കിൽ 4 ലക്ഷം രൂപ അടച്ചാൽ ഇവിടുത്തെ 4 അല്ല, വിദേശ രാജ്യത്തെ ജയിലിലിടും. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചാൽ എന്താണ്, വെള്ളിയാഴ്ച മാംസം കഴിക്കാമോ? അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ അന്നല്ല വേറൊരു ദിവസമാണ്. ഞാൻ പറഞ്ഞു, കത്തോലിക്ക തിരുസഭയുടെ പുറത്തുള്ളൊരു ഇടവകയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഇത് തീർത്ഥാടന കേന്ദ്രം, ഒരു തീർത്ഥാടന കേന്ദ്രത്തിലും ഇടവകയിലെ ജനങ്ങളിൽ ഒരു വ്യത്യാസം കാണുന്നില്ല.
എവിടെ വേണമെങ്കിലും നോക്കിക്കോ. തീർത്ഥാടനത്തിന് ഇഷ്ടം പോലെ ആളുകൾ വന്നു പോകും. പക്ഷേ ഇടവകയിലെ ജനങ്ങൾ എന്ത് ചെയ്യും? ഇതൊരു ബിസിനസ്സായിട്ട് മാറ്റും. ഒരു ബിസിനസ്സായി. അല്ലേ? തീർത്ഥാടന കേന്ദ്രങ്ങൾ നല്ലതാണ്. അനേകർ വന്ന് സൗഖ്യം പ്രാപിക്കുന്നത്. 28:18-19 യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും, പൗരോഹിത്യത്തിൽ എല്ലാ അധികാരവും നൽകിയിട്ടുണ്ട്. ആകയാൽ പിശാചിനെ ബഹിഷ്കരിക്കണമെങ്കിൽ ഏതെങ്കിലും ചേട്ടന്മാരോട്, നാട്ടിലെ പഞ്ചായത്ത് മെമ്പറിനോടോ മുനിസിപ്പൽ ചെയർമാനോടോ മന്ത്രിയോടോ ചോദിക്കണോ? പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. പിശാചുകളെ ബഹിഷ്കരിക്കാനും കർത്താവിനോട് ചേർന്നിരിക്കാനും വചനം പ്രസംഗിക്കാനും ബഹിഷ്കരിക്കാനാണ് അധികാരം നൽകുന്നത്. അല്ലേ? അതുകൊണ്ട് പ്രകാരം പറയാണ്, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും. ക്രിസ്ത്യാനി എന്നും പറയുന്നുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനി എന്ന വാക്ക് വന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട്, ജീവിതമാർഗ്ഗം കൊണ്ട് അന്ത്യോക്യയിലെ ജനത്തെ വിളിച്ച പേരാണ് ക്രിസ്ത്യാനി. അല്ലേ? അടുത്ത് പറയാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ 40 ദിവസക്കാലം ഈശോ ഉദ്ധാനം ചെയ്തതിന് ശേഷം അവരുടെ കൂടെ ഇരുന്ന് പഠിപ്പിച്ച കാര്യങ്ങളാണ് പ്രസംഗിക്കാൻ. ആ കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് തെറ്റുപോയാലും അതിന് കർത്താവിന് സൊല്യൂഷനുണ്ട്. എവിടെ? റോമ 8:1-2 പറയാം. ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. മത്തായി 18:20 വെച്ച് പ്രാർത്ഥിക്കുന്നു. മത്തായി 28:18-20 വെച്ച് പ്രാർത്ഥിക്കുന്നു. മർക്കോസ് 3:15 വെച്ച് എത്തിക്കുന്നു, ശാസിക്കുന്നു, വെച്ചിരിക്കുന്നു. മത്തായി 16:14 വെച്ച് അന്ധകാര ശക്തികളെ, പൈശാചികളെ എത്തിക്കുന്നു, ശാസിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിട്ട് 2 കൊരിന്തോസ് 4:4 വെച്ച് എത്തിക്കുന്നു, ശാസിക്കുന്നു, വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തെസ്സലോനിയ 2:4 വെച്ച് എത്തിക്കുന്നു, ശാസിക്കുന്നു, പാപങ്ങളുടെയും തെരുവുടെയും ശത്രുവിന്റെ സകല 10:19 വെച്ച് എത്തിക്കുന്നു, ശാസിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് തരുവരുന്ന ശത്രുക്കളെ തന്നെയും ലോകം മുഴുവനെയും അങ്കുല തലം കൊണ്ട് തടവത്ത് ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിനാണ് 2 പക്കവർ 8 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു. യെശയ്യാ 49:24-21 വെച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് തരുവരുന്ന ശത്രുക്കളെ തന്നെയും ലോകം മുഴുവനെയും അങ്കുല തലം കൊണ്ട് തടവത്ത് ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിനാണ് വ്യത്യാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മുഴുവനാ നിങ്ങൾ സകലതൊന്ന് 10:2-26 വെച്ച് പ്രാർത്ഥിക്കുന്നു. മരുന്ന് ലെബനോസിലെ സഖ്യപ്പെടുത്ത് വചനമാണ് ജ്ഞാനത്തിന് വിശ്വം. 16:12 വെച്ച് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്കുന്ന സന്ധ്യകളെ കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് ഒരുമിച്ച് വിട്ടും, വടക്കിനോട് വിട്ടുകൊടുക്കാനും തെക്കിനോട് തടയിരുന്ന് ഞാൻ ദൂരെ നിന്ന് പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തിയുള്ള പുത്രിമാരെയും കൊണ്ടുവരും. യെശയ്യാ പ്രവചന പുസ്തകം 43-5-7-20 വെച്ച് ഭയം, ഉത്കണ്ഠ, ആകുലത ബന്ധിക്കുന്നു, ശാസിക്കുന്നു, പഠിക്കുന്നു. തടസ്സ ശക്തികളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്കുന്ന സന്ധ്യകളെ കൊണ്ടുവരും, പടിഞ്ഞാറിന് ഒരുമിച്ച് കൊണ്ടും, വടക്കിനോട് വിട്ടുകൊടുക്കുന്നു, തെക്കിനോട് തടയുന്ന ആജ്ഞാപിക്കും. ദൂരത്തുനിന്ന് പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തി പുത്രന്മാരെയും കൊണ്ടുവരും. യെശയ്യാ പ്രവചന പുസ്തകം 43-5-7-20 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, പേടിക്കും. യേശുവിന്റെ നാമത്തിൽ വിട്ടുകൊണ്ട് എനിക്ക് മുമ്പേ മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാകുകയില്ല. യെശയ്യാ 43:10-11 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, പേടിക്കും. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ രോഗികളെ സുഖപ്പെടുത്തി, പിശാചുകളെ രക്ഷിക്കും. മത്തായി 8:16-17 വെച്ച് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, പേടിക്കും. നിങ്ങൾ ലോകമായി പോയി സകല ശിക്ഷയോട് സുവിശേഷം പ്രസംഗിക്കും. ആരോഗ്യപ്പെടും, ശ്രദ്ധിക്കാത്തവരുടെ ശിക്ഷിക്കപ്പെടും, ശ്രദ്ധിക്കുന്നവരുടെ അടയുണ്ടാവും. അവർ എന്റെ താപത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. അവർ പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമെത്തോട് ചെലവിത്തിരിക്കുക. നിങ്ങൾ രോഗിയുടെ മേൽ കൈവയ്ക്കും. മർക്കോസ് 16-14-19 വെച്ച് പൗരോഹിത്യനാഥികാരിൽ സഭാപിതാക്കന്മാരുടെ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിൽ പാലക്കാടിൽ പിതാവിന്റെ അല്ലിയവിടെ അവരെ പുസ്തകരിച്ചിട്ട് അന്ധകാര ശക്തികളെ, പൈശാചിക പീഡകളെ, ആധിപത്യത്തിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നിത്യ നരകത്തിൽ